അങ്ങനെ ഇന്ന് നമ്മുടെ തലവൻ കണ്ടു. ഒരു ജിസ് ജോയ് പടം എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് ഒന്നില്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ സിനിമയിൽ എവിടെയെങ്കിലും ഒരു നന്മയുടെ എലമെൻറ്റ് ഉണ്ടാകുന്നതാണ്. പക്ഷേ അതിനൊക്കെ പൊളിച്ചെഴുതി ഒരു ഡിഫറെൻറ്റ് ജോണർ സെലക്ട് ചെയ്തൊക്കെയാണ് ആൾ. ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് തലവൻ എന്ന് പറഞ്ഞ മൂവി. ആസിഫ് അലി ബിജു മേനോൻ കോംബോ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഈഗോ ഉള്ള ആൾക്കാർ ഒരുമിച്ച് വരുമ്പോഴാണ് പ്രശ്നങ്ങളാണ് സ്റ്റാർട്ടിങ് അറിയുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ക്രൈം അത് പതിയെ പതിയെ ബിൽഡ് ചെയ്ത് വന്ന് ഒരു നല്ലൊരു ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് ക്ലൈമാക്സ് ആകുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈ ആവുന്ന അത്യാവശ്യം നല്ല ട്വിസ്റ്റുള്ള ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്ററിലാണ് ഇത്തവണ ജിസ് ജോയ് വന്നിരിക്കുന്നത്. അത് എടുത്തു വേണ്ടത് നമ്മൾ ആസിഫ് അലി കുറച്ച് നാളായിട്ട് നമുക്ക് നമ്മുടെ മൂവീസൊക്കെ അത്യാവശ്യം ഡള്ളായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ബിജു മേനോൻ ആസിഫ് അലി കോംബോ എപ്പോഴും പ്രേക്ഷകർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇതിനകത്തും നല്ല രസമായിട്ടുണ്ട്. ഈ ട്രെയിലർ ഇറങ്ങിയപ്പോൾ കുറേ പേര് ഈ അയ്യപ്പൻ കോശി വൈബാണോ, കാരണം രണ്ടുപേരുള്ള തർക്കം അത് റീൽ ചെയ്യുന്നത്. പക്ഷേ മൂവി കൂടുതലും രണ്ടുപേരെ ഈഗോവും കാണിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ക്രൈം എലമെൻറ്റിലേക്കുള്ളതാണ്. പിന്നെ ഇതൊരു ഓവർ ദ ടോപ്പ് ആക്ഷൻ സീക്വൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു മാസ് ഡയലോഗുള്ള അങ്ങനെയൊന്നുമല്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, അത് കുറച്ച് റിയലായിട്ട് അല്ലെ പക്ക റിയലായിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് കാണിക്കുന്നത്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ സിനിമയിൽ ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ക്യൂരിയോസിറ്റി പോയി കഴിഞ്ഞാൽ പടം പിടിച്ചിരുത്തിയില്ലെങ്കിൽ പിന്നെ ഭയങ്കര ഡള്ളായിരിക്കും. പക്ഷെ ഇതിനകത്ത് നേരെ തിരിച്ച് ഉടനീളം ആ ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ജാഫ്രിഡിക്കിയുടെ കുറച്ച് തമാശകളൊക്കെ ഉണ്ട്. ആൻഡ് നമ്മുടെ കോട്ടയം നസീർ അത്യാവശ്യം നല്ല നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ ക്യാരക്ടേഴ്സിലൂടെ പോയി നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ സിനിമ കണ്ടിരിക്കുമ്പോഴാണെങ്കിൽ ഒരു 10 പേരെങ്കിലും ഇപ്പോൾ ഇവനായിരിക്കും മെയിൻ വില്ലൻ എന്നുള്ളത്. പക്ഷെ അതിനെയൊക്കെ പൊളിഷ് ചെയ്തിക്കൊണ്ടുള്ളൊരു ടെസ്റ്റ്, ഒരു സസ്പെൻസ്, അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ക്ലൈമാക്സ് അത്യാവശ്യം സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മിക്ക സിനിമ പോലെ ഒരു ക്ലൈമാക്സ് ലീഡ് അല്ലെങ്കിൽ ഒരു ടെയിലൻഡ് പോലെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു ലീഡും വരുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ആസിഫ് അലി ബിജു മേനോൻ കോമ്പിനേഷൻ സീൻസ് നമ്മൾ കൂടുതലും ഒരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു അപ്പൻ മകൻ അങ്ങനെയൊക്കെ കൂടുതൽ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് രണ്ടുപേരും ഒരു റൈവലറി പോലെ വന്നിരിക്കുന്നത് സ്റ്റാർട്ടിങ് മുതൽ. സോ ആ ഒരു ഇത് നല്ല രീതിയിൽ ലൈക്ക് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആസിഫലിൻ്റെ കുറച്ചുകൂടെ കംബാക്ക് എന്നുള്ള രീതിയിൽ നല്ലൊരു മൂവി, നല്ലൊരു കണ്ടിറങ്ങുമ്പോൾ ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു മൂവിയാണ്. ആൻഡ് സത്യം പറഞ്ഞാൽ ജിസ് ജോയുടെ പടമാണെന്ന് നമ്മളത് വിചാരിക്കത്തില്ല. അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ദൈവമേ ഒരു നന്മ എലമെൻറ്റ് കയറി വരുമെന്നുള്ളത്. പക്ഷെ അതുണ്ടായിരുന്നില്ല, കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ആയിരുന്നു. ദിലീഷ് പോത്തൻ, ജാഫ്രിഡിക്കാൻ കുറച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. സോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആസിഫലിൻ്റെ ഒരു കംബാക്കും ജിസ് ജോയുടെ ഒരു ഡിഫറെൻറ്റ് ജോണർ മേക്കിങ്ങും കൊണ്ട് തലവൻ നല്ലൊരു ക്ലീൻ നീറ്റ് എൻ്റർടൈനറാണ്. ഒരു ത്രില്ലർ, ഒരു പക്ക പോലീസ് സ്റ്റോറി ഇഷ്ടമുള്ളവർക്ക് വന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു മാസ് പടം അല്ലെങ്കിൽ ആ പ്രതീക്ഷ ഒരു കംപ്ലീറ്റ്ലി ഡീസൻറ്റ് മൂവിയാണ്. സോ എന്നിലെ പ്രേക്ഷകൻ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണോ? യെസ്, ദാറ്റ്സ് ഇറ്റ്.